ഓക്കെ, നമ്മൾ ഇന്നലെ എന്താണ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ വരെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റും അതിൻ്റെ ഒരു ചെറിയ ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ചെറിയൊരു ഡെറിവേഷൻ എന്ന് പറയാനൊന്നും ഇല്ല, അതിൻ്റെ ഇക്വേഷൻസ് ആണ്. പിന്നെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ, പിന്നെ വേവ് നേച്ചർ ഡ്യുവൽ, അതായത് വേവ് നേച്ചർ ഓഫ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ രണ്ട് ഡെറിവേഷൻ. അത്രേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഇതാക്കൊന്നും വേണ്ട, കണ്ടന്റ് വളരെ കുറവുള്ള ഡെറിവേഷൻസ് ആണ്. അപ്പം എഴുതിക്കും ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ആദ്യ കണ്ടുപിടുത്തം നടത്തിയത് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തത്തെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന രണ്ട് ആൾക്കാരാണ്, ഹോൾവാച്ച് ആൻഡ് ലെനാർഡ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ്. അവിടെ നിന്നിട്ട് നമുക്ക് എന്താ കുറച്ചുകൂടെ അതിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്ന ആളാണ് ഐൻസ്റ്റീൻ. അതുകൊണ്ട് ഈ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഒരു എന്താണ് എഴുതിക്കുക, അതിന്റെ കുറച്ച് തിയറി എഴുതിക്കുക. അക്കോർഡിംഗ് ടു ഇപ്പൊ ജോയിൻ ചെയ്തവർ എഴുതിക്കുക, ഇവിടെ മൂലം തുടങ്ങിയത്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ when a photon of energy h nu falls on a metal surface, the energy of the photon ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഇത് എഴുതി എടുത്തോളൂ. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, when a photon of energy h nu falls on a metal surface, the energy of the photon is absorbed by the electrons and is used for two purpose. ഒന്നെന്ന് എഴുതിയിട്ട് a part of energy is used to eject electrons from the metal surface. This part of energy is called work function. എന്താന്നുള്ള കാര്യം പറഞ്ഞാൽ തൽക്കാലം എഴുതിക്കോ. is called work function. work function എന്ന് പറയുമ്പോൾ നമ്മൾ psi0 എന്നാണ് എഴുതിയത്. psi0 എന്ന് പറഞ്ഞാൽ psi0 is equal to എന്താ, h nu 0 എന്നാണ്. അതും ജസ്റ്റ് ഒന്ന് എഴുതുക. അതേപോലെ തന്നെ രണ്ടാമത്തേത് remaining part of energy is used in giving velocity to the photo electrons. This is equal to maximum kinetic energy.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു മെറ്റൽ സർഫസ് എടുക്കുന്നു. ഈ മെറ്റൽ സർഫസിലോട്ട് നോക്കിയേ, എനർജി വന്ന് അല്ലെങ്കിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യിക്കുന്നു ഇല്ലേ? ആ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്, ആണല്ലോ. എന്നാൽ ഈ മെറ്റലിന് ഒരു മിനിമം എനർജി ഇല്ലെങ്കിൽ ഇതിൽ നിന്ന്, അതായത് വർക്ക് ഫംഗ്ഷൻ, ആ മിനിമം എനർജി വർക്ക് ഫംഗ്ഷനാ, ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തില്ല. ഇതിന് വേണ്ട മിനിമം എനർജിയാണ് നമ്മൾ psi 0 എന്ന് പറഞ്ഞ് ഇ ഈസ് ഈക്വൽ ടു അല്ല സോറി psi 0 ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 എന്ന് എടുക്കുന്നത്, എച്ച് ന്യൂ 0 എന്ന് എടുക്കുന്നത്. അതായത് വന്നു വീഴുന്ന എനർജി എച്ച് ന്യൂ ആണ്. ആ എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജി ഈ psi 0-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. അതായത് ഇതിനാവശ്യമായിട്ടുള്ള വർക്ക് ഫംഗ്ഷനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് നമ്മളൊരു കളക്ടർ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് വരും അല്ലേ, എന്നിട്ട് കറണ്ട് ഉണ്ടാക്കും. ഇതാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പം ഐൻസ്റ്റീൻ പറയുന്നത്, വന്നു വീഴുന്ന ലൈറ്റിന്റെ എനർജി രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇതിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്ത് ചാടിക്കാൻ. രണ്ട്, പുറത്ത് ചാടിയ ഇലക്ട്രോൺസിനെ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂട്ടാൻ. അതിന്റെ വെലോസിറ്റി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അതായത് ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വന്നു വീഴുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഇ, അത് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന്, ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്താ? വർക്ക് ഫംഗ്ഷൻ psi 0 പ്ലസ് എന്താ? അതിന്റെ കൈനറ്റിക് എനർജി കൂട്ടാൻ, അതായത് വെലോസിറ്റി കൂട്ടാൻ. വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതായത് ഇക്വേഷൻ വഴി എഴുതുമ്പോൾ ഇയുടേത് എച്ച് ന്യൂ ആണെന്ന് നമുക്കറിയാം, psi 0-യുടേത് എച്ച് ന്യൂ 0 ആണെന്നറിയാം, പ്ലസ് കൈനറ്റിക് എനർജി എന്ന് വരും. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് വരും. ഈ ഇക്വേഷനെയാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നറിയോ? നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 എന്നല്ലേ? അവിടുന്ന് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാലോ. അവിടുന്ന് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 എന്ന് എഴുതാലോ. അവിടുന്ന് വി സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 2-നെയും m-നെയും അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h, അതായത് എച്ചിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, എച്ചിനെ കോമൺ എടുത്താൽ ന്യൂ മൈനസ് ന്യൂ 0, അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ഡിവൈഡ് ബൈ എന്താ? എം. നമുക്ക് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്, വി സ്ക്വയർ അല്ല വി ആണ്. വി കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ഡിവൈഡ് ബൈ എം. ഇതായിരിക്കും. ഇനിയും ഇവിടെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് ആ കൈനറ്റിക് എനർജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂ മൈനസ് ന്യൂ 0 എന്ന് എഴുതുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എച്ച് ന്യൂവിനെ നമുക്ക് സി ബൈ ലാംഡ എന്ന് എഴുതാം. അപ്പൊ ന്യൂ 0 എന്ന് പറയുമ്പോൾ സി ബൈ ലാംഡ 0 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞായിരുന്നു കൈനറ്റിക് എനർജി, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡെറിവേഷൻ പഠിപ്പിച്ചു, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണെന്ന് പഠിപ്പിച്ചു. ശരിയല്ലേ? അപ്പം കൈനറ്റിക് എനർജിയുടെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്ത് എങ്ങനെയായിരുന്നു? കൈനറ്റിക് എനർജിയുടെ ഫൈനൽ ഇക്വേഷൻ, നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൈനറ്റിക് എനർജി എന്താവും? ഇ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. ഇതിനെ വേണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, ഇ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അഥവാ ഇ ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇവിടുത്തെ കേസ് ആയതുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. ഇ ഇൻറ്റു വി 0 ഈസ് ഈക്വൽ ടു എന്താ? എച്ച് ഇൻറ്റു സി ബൈ ലാംഡ മൈനസ് സി ബൈ ലാംഡ നോട്ട്. കണ്ടോ? ഇതും അതിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഈ ഇജക്ട് ചെയ്ത എന്താണ്, അല്ലെങ്കിൽ വന്ന് ഇൻസിഡന്റ് ചെയ്ത റേഡിയേഷന്റെ വേവ് ലെങ്ത് എന്താണ്, അല്ലെങ്കിൽ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിന്റെ, അല്ലെങ്കിൽ ഇജക്ട് ചെയ്ത എന്താണ് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് എന്താണ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഇക്വേഷൻ ചോദിക്കുമെന്ന് അറിയത്തില്ല, അല്ല ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നും അറിയത്തില്ല. ഇതെല്ലാം അതിന്റെ ഇക്വേഷൻസ് ആണ്.
ഞാൻ ചെറുതാക്കി വെക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഇത്രയും കൺസെപ്റ്റിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ചിട്ട് അല്ല ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ പറയുന്നത് ഒരു മെറ്റൽ സർഫസിലോട്ട് വന്ന് വീഴുന്ന ലൈറ്റ് എനർജി രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന് എന്താണ് ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാനും, രണ്ട് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനും. ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് അപ്പുറത്തെ ടെർമിനലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെലോസിറ്റി കൂടുന്നുണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പം നമുക്ക് കൺക്ലൂഷൻ വൈസ് നമുക്ക് ഇങ്ങനെ പറയാം, വന്നു വീഴുന്ന എനർജി ഒന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാനായിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ ആയിട്ടും രണ്ട് കൈനറ്റിക് എനർജി കൂട്ടാനും കൂടെ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ കിട്ടി, വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ കിട്ടി, പിന്നെ വർക്ക് ഡണ്ണിന്റെ ഫോമിലും നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക്കിന്റെ എഫക്റ്റിന്റെ കൺസെപ്റ്റ്. ഇനിയും ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജനറലി പഠിക്കുന്ന എന്താ, ഇ ഈസിക്കൽ ടു എച്ച് ന്യൂ എന്നാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇ ഈസിക്കൽ ടു എച്ച് ന്യൂ സീറോ എന്നാണ് പഠിക്കുന്നത്. എന്നാൽ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ച് വേണമെങ്കിൽ കൈനറ്റിക് എനർജി ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന് വേണമെങ്കിലും പഠിച്ചോണം കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ന്യൂ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കാം. അതായത് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഈക്വേഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. കെ ഇ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. അവിടെ നിന്ന് കെ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് വരുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് അപ്പം ചോദിക്കല്ലേ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അയ്യോ അതെങ്ങനെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, എനർജി അല്ലേ, വന്ന് വീഴുന്ന ഇലക്ട്രോണിന്റെ എനർജി അല്ലേ എച്ച് ന്യൂ. നമുക്ക് അതും ഒരു എനർജിയാണ്, കൈനറ്റിക് എനർജി ഒരു എനർജി അല്ലേ, വന്ന് വീഴുന്ന ഫോട്ടോൺസിനും എന്താ സ്പീഡും വെലോസിറ്റി ഒക്കെ ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ അത് ഓർത്തോ. ഇനിയും അടുത്ത ഹെഡിങ് എഴുതേണ്ടത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒരു ലൈറ്റിന്റെ I1 ഇന്റൻസിറ്റിയിലുള്ള ഒരു ലൈറ്റിനകത്ത് ഫോട്ടോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഫോട്ടോൺസിനെ നമ്മൾ ഓരോ ഫോട്ടോൺ ചെന്നിരിക്കുമ്പോൾ ഓരോ ഇലക്ട്രോൺ പുറത്തെയാടും. മനസ്സിലായോ? നമ്മൾ ഇന്നലെ പറഞ്ഞു 10 ഫോട്ടോൺ ഇടിച്ചാൽ 10 ഇലക്ട്രോൺസ് പുറത്തെയാടും. അതിൽ 2 ഇലക്ട്രോൺസിന് മാത്രമേ തന്നെത്താനെ മൂവ് ചെയ്യാനുള്ള കഴിവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പറഞ്ഞു തന്നിരുന്നു അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന പാർട്ടിക്കിൾ നേച്ചറിനകത്തെ കുറെ കണ്ടുപിടുത്തങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഹെഡിങ് എഴുതുക, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. എഴുതിക്കോളൂ, പാർട്ടിക്കിൾ നേച്ചർ. സാറേ മുമ്പ് കാണിച്ച സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാം. എവിടെ ഡെറിവേഷൻ ആണോ? അതെ, ഇവിടെ ഉള്ളു. ഓക്കെ സാർ, എഴുതി. ഇനി നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിനോമിനോൺ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പക്ഷെ ആ പാർട്ടിക്കിൾ നേച്ചറിന്റെ ഓരോ കാര്യങ്ങളെ പറ്റി പറയാൻ പോവാണേ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ഓരോ പോയിന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ശരിക്കും following are the characteristics of photons which proves particle nature of light. താഴെ പറയുന്നവ ആണ് ഫോട്ടോൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ലൈറ്റിന്റെ വേവ് നേച്ചർ വെച്ചിട്ടാണ് വേവ് ഒപ്റ്റിക്സ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചത്. എന്നാൽ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നുള്ള കാര്യം തെളിയിക്കുന്ന ഒരാളാണ് ഫോട്ടോൺസ്. ലൈറ്റിനകത്തെ പാർട്ടിക്കിൾസിനെയാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിനകത്തുള്ള ഓരോ ഫോട്ടോണിനെയും നമ്മൾ ഓരോ ക്വാണ്ടാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ലൈറ്റിന്റെ കേസിൽ പറയുന്നതുകൊണ്ടാണ് അതിനെ ഫോട്ടോൺ എന്ന് പറയുന്നത്. അല്ലാതെ ബാക്കി ഏത് റേഡിയേഷൻ ആണെങ്കിലും അതിനെ നമ്മൾ ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയുന്നത്, പാക്കറ്റ് ഓഫ് എനർജി. അപ്പം നമ്മൾ പഠിക്കുന്ന മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. അതുകൊണ്ടാണ് അത് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം
ഫോട്ടോൺസ് ആണ് ലൈറ്റിനകത്തെ ഉള്ള പാർട്ടിക്കിൾസ്, അതുകൊണ്ടാണ് അത് പാർട്ടിക്കിൾ നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആ പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ടാണ്, ഈ പാർട്ടിക്കിൾ പോയിട്ട് പാർട്ടിക്കിളെ ഇടിക്കുന്നതുകൊണ്ടാണ്, അതായത് ഇപ്പൊ മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണ്, അപ്പം ഈ ഫോട്ടോൺ ചെന്നിട്ട് ആ ഇലക്ട്രോണിനെ ഇടിക്കുന്നതുകൊണ്ടാണ് ആ ഇലക്ട്രോൺ അവിടെ നിന്ന് പുറത്ത് ചാടാൻ പറ്റുന്നത്. മനസ്സിലായോ? പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ഫോട്ടോൺസ് എന്താണെന്ന് എഴുതുക. ഫോട്ടോൺസ് എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് റേഡിയേഷൻസ് ആർ absorbed or emitted in the form of small packets not continuously. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ എന്താണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യാനോ അല്ലെ അബ്സോർബ് ചെയ്യാനോ പറ്റത്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു സൂര്യന്റെ വെട്ടത്തിൽ നിന്ന് റേഡിയേഷൻ വരുന്ന സമയത്ത് ആദ്യം ഒരു പാക്കറ്റ് ഓഫ് എനർജി അങ്ങോട്ടേക്ക് എമിറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ ഡിലേ ഉണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത് എമിറ്റ് ചെയ്യും, വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പാക്കറ്റ്, വീണ്ടും കുറച്ച്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. മനസ്സിലായോ? അപ്പം ആ പാക്കറ്റ് ഓഫ് എനർജിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലെ ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയും. ഈച്ച് പാക്കറ്റിനെ നമ്മൾ ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയും. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ടല്ല എമിറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പം ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കളർ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു വെട്ടം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് കളർ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഡ്രസ്സിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കളർഫുൾ ആയിട്ട് നമ്മുടെ പുസ്തകം ആയിക്കോട്ടെ, നമ്മുടെ ബാഗ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ബാഗിനകത്തെയും പുസ്തകത്തിനകത്തെയും ഡ്രസ്സിനകത്തെയൊക്കെ ഇലക്ട്രോൺസ് വെളിയിൽ നിന്ന് വരുന്ന വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് കളർ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ എമിറ്റ് ചെയ്യുന്ന കളർ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത്. മനസ്സിലായി? ശരിക്കും കളർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതാണ് ശരിക്കും പറയുന്നത്. ഇരുട്ടത്ത് പോയിട്ട് നിങ്ങൾ എത്ര വില കൂടിയ ഡ്രസ്സ്, എത്ര കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് രാത്രി 12 മണി അല്ലെങ്കിൽ 1 മണിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇരുട്ടത്ത് പോയിട്ട് നിന്നൊരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പൊ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കളറൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ആ അതിനകത്ത് ഇലക്ട്രോൺസ് ഇതിനെ അബ്സോർബ് ചെയ്ത് എമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ചെറിയ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ്. ആ പാക്കറ്റ് ഓഫ് എനർജിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈച്ച് പാക്കറ്റ്, ഇതിന്റെ താഴോട്ട് തന്നെ എഴുതുക, ഈച്ച് പാക്കറ്റ് ഈസ് കോൾഡ് ആസ് ക്വാണ്ട ഓഫ് എനർജി. എന്നിട്ട് അടുത്ത ഡോട്ട് ഇടുക. ഇനിയിപ്പം ഓരോ കാര്യങ്ങളും പറയാൻ പോവാണ് ഇതിനെപ്പറ്റി. വൈൽ interacting with matter, radiation behaves as if it is made of particle like photon. അതായത് ഒരു റേഡിയേഷൻ ഒരു മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അത് അതിനകത്ത് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? നമുക്ക് അതിന്റെ മൊമെന്റവും അതേപോലെ എനർജിയും കൺസേർവ്ഡ് ആകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എനർജി ആൻഡ് മൊമെന്റം ഈസ് കൺസേർവ്ഡ്. അടുത്തത് പറയുന്നത് എല്ലാ ഫോട്ടോണിന്റെയും എനർജി E = h ആയിരിക്കും, അതിന്റെ മൊമെന്റം P ആയിരിക്കും. അപ്പം ഇങ്ങനെ എഴുതാം, ഈച്ച് ഫോട്ടോൺ ഹാവ് എനർജി E = h ആൻഡ് മൊമെന്റം P. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ തരികയാണ്. ഇതിനകത്ത് റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞ ഫോട്ടോൺ, റെസ്റ്റ് മാസ് ഓഫ് എ ഫോട്ടോണും മൂവിംഗ് മാസ് ഓഫ് എ ഫോട്ടോൺ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് ആ ഒരു പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ
ഫോട്ടോൺ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാൻ കാരണം എന്താ? ആ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റുകൾ തരുന്നത് ഇതിനകത്ത് ഏതിലൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി. ഇനി അടുത്തത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇന്റൻസിറ്റി ഏതാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും intensity of radiation, irrespective of intensity of radiation, all photons of particular frequency have same energy. അനീറ്റ ഒരു 2 പേജ് വിട്ടിട്ട് എഴുതിക്കോ കേട്ടോ. ഇത്രയുമാണ് നമ്മളിന്ന് പഠിപ്പിച്ചത്. ഇത്രയും പഠിപ്പിച്ചു. അതായത് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിപ്പിച്ചു, അതിന്റെ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ്, പിന്നെ അതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ, പിന്നെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. നമ്മളിപ്പോൾ ഓരോ പോയിന്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഒരു 2 പേജ് വിട്ടേര്, 2 പേജ് വിട്ടിട്ട് ബാക്കിയായിട്ട് എഴുതിക്കോ. അടുത്തത് all the photons travels with the speed of light. എല്ലേലും ഈ ലൈറ്റിനകത്തുള്ള പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺസ്. അപ്പൊ പിന്നെ ലൈറ്റിന്റെ സ്പീഡിലായിരിക്കുമല്ലോ അത് മൂവ് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ്. അടുത്തത് rest mass of photon is 0. അതായത് ഫോട്ടോന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ അതിന്റെ മൂവിംഗ് മാസ് ആൻഡ് ഇറ്റ്സ് മൂവിംഗ് മാസ്. ഇതെന്താണെന്നൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ ഒരു മാർക്കിന് ചോദ്യം ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രം തന്നാട്ടോ. ഇറ്റ്സ് മൂവിംഗ് മാസ്. ഇത് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡെറിവേഷനും തെളിയിക്കാനുള്ള രീതികളും ഒക്കെ ഉണ്ട്, അത് വേണ്ട. ഇറ്റ്സ് മൂവിംഗ് മാസ് is given by m is equal to m naught divided by root of 1 minus v square by c square. ഇത്ര എഴുതിയിട്ട് ബാക്കി പറയാം. ഇനിയും ഇത് ഈ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും വെച്ചാൽ ഡിഫ്ലക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാം, ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പം അതാണ് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമതുണ്ട് ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺസ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ electric and magnetic field. So photons are electrically neutral. Photons are electrically neutral. അതെ, ഇലക്ട്രിക് ഫീൽഡ് വെച്ചാലും മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും ഡിഫ്ലക്ട് ചെയ്യത്തില്ല ആ പാർട്ടിക്കിൾസ്. ഇപ്പൊ ഇലക്ട്രോൺസ് ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യപ്പെടും. നമ്മുടെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ച രീതി അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അതേപോലെ തന്നെ E/m റേഷ്യോ കണ്ടുപിടിച്ചതും ഒക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കൊടുത്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഫോട്ടോൺസ് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഫോട്ടോൺസിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഫോട്ടോൺസിനെ എവിടെയും അട്രാക്ട് ചെയ്യപ്പെടുകയോ റിപ്പൽ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനർത്ഥം അത് ന്യൂട്രൽ ആണെന്നുള്ളതാണ്.
ഇനി ഇതിനകത്ത് വേവ് തിയറി എന്തുകൊണ്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതായത് വേവ് തിയറിക്ക് എന്തുകൊണ്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ 2016 ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ അങ്ങ് തരികയാണ്. അതും കൂടെ അങ്ങ് എഴുതിക്കോ. എന്നിട്ട് നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനകത്തെ വേവ് നേച്ചർ പഠിക്കാം. അതുകൂടെ ഉള്ളു പഠിക്കാൻ. അതിനകത്ത് 2 ഡെറിവേഷൻ കൂടെ ഉള്ളൂ, ചാപ്റ്റർ തീരുക. അപ്പം ഇത് എഴുതിക്കോ. നേരത്തെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങ് തരുവാണേ. failure of wave theory of light to explain Einstein photoelectric effect. Failure of wave theory of light to explain Einstein photoelectric effect. അതിന്റെ റീസൺ ആണ് പറയുന്നത്. ഒന്നാമത്തെ എഴുതിക്കോ. according to wave theory വെച്ചിട്ട് the energy carried by light is measured in terms of intensity. But actually it is measured in terms of frequency. ശരിയല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു എനർജി ഒരിക്കലും ഈ പറഞ്ഞ ഇന്റൻസിറ്റിയുടെ ടേമിലല്ല. ഇന്റൻസിറ്റി കൂട്ടി കുറച്ചു എന്ന് പറഞ്ഞ് എനർജി കൂടണമെന്നില്ല, മനസ്സിലായോ? ഫ്രീക്വൻസി കൂട്ടിയാൽ നമ്മൾ ഇന്നലെ അത് ഗ്രാഫിക്കലി പക്കയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഫ്രീക്വൻസി കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? എനർജിക്ക് വേരിയേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. കാരണം മാക്സ് പ്ലാങ്ക് പറയുന്നത് ഇ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്നാണ്. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടുമെന്നാണ് മാക്സ് പ്ലാങ്ക് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? ഫ്രീക്വൻസിനെ. ഇന്റൻസിറ്റി ഇല്ല. ഇന്റൻസിറ്റി കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോന്റെ എനർജി കൂടണമെന്ന് നിർബന്ധമില്ല എന്നല്ല, കൂടത്തില്ല. ഓക്കെ. രണ്ടാമത്തേത് according to wave theory the photoelectric emission is possible from the metal surface on all the frequencies but this is wrong because there exists a minimum frequency for every metal below which no emission takes place. No emission takes place. വേവ് തിയറി വെച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റേസ് ഒന്ന് ഇൻസിഡന്റ് ചെയ്താലും എമിഷൻ നടക്കും എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റല്ലേ? കാരണം എല്ലാ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ മെറ്റലിനും ഒരു ഫിക്സഡ് ഒരു ഫ്രീക്വൻസിയിൽ കൂടുതൽ വന്നു വീണാൽ, അല്ലെങ്കിൽ ഫിക്സഡ് ഫ്രീക്വൻസിയിൽ കൂടുതലുള്ള ലൈറ്റ് റേസ് വന്ന് വീണാൽ മാത്രമേ എമിഷൻ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ് പഠിക്കുന്നത്. അതിൽ രണ്ടിന്റെയും ഡ്യുവൽ നേച്ചർ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി റേഡിയേഷന്റെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റ് എക്സാമ്പിൾ എടുക്കാം. റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചറിനകത്ത് റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് പഠിച്ചു. റേഡിയേഷന്റെ വേവ് നേച്ചർ നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചു? വേവ് ഒപ്റ്റിക്സിനകത്ത് പഠിച്ചതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കണ്ട. ഇനിയും റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ ആയിരുന്നു നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം പാർട്ടിക്കിൾ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈറ്റിന്റെ. ഇനിയും ഇതേപോലെ തന്നെ മാറ്ററിനും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. മാറ്റർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് അസ്, എന്താണ് ഇൻക്ലൂഡിങ് അസ് ഓൾ ദ എന്താണ് മെറ്റീരിയൽസ് ആർ മാറ്റേഴ്സ്, ഇല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ ബാഗ് ഒരു മാറ്ററാ, നിങ്ങളുടെ ബുക്ക് ഒരു മാറ്ററാ, നിങ്ങളൊരു മാറ്ററാ, എന്താണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ഓർണമെന്റ്സ് ഒരു മാറ്ററാ, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിൾ ഒരു മാറ്ററാ, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ലാപ്പും നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പേനയും നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് ഏതൊരു ഒബ്ജക്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാറ്ററാ, അല്ലേ? ഇപ്പം മാറ്റർ എന്താണ് മാറ്ററിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചർ നമുക്ക് ഇവിടെ പഠിക്കാനില്ല, പകരം മാറ്ററിന്റെ വേവ് നേച്ചറാണ് പഠിക്കാനുള്ളത്. ഓക്കെ, മാറ്ററിന്റെ വേവ് നേച്ചറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക വേവ് നേച്ചർ ഓഫ് മാറ്റർ. എന്നിട്ട് ഒരു ഡോട്ട് എഴുതാം. വേവ് നേച്ചർ was suggested by D. Broglie. അടുത്ത ഡോട്ട് ഇട്ട് according to D. Broglie, any particle ബ്രാക്കറ്റില് atomic എന്നിട്ടോ any particle that is having mass m moving with velocity v shows wave nature. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അദ്ദേഹം പറയുന്നത് m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് v വെലോസിറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ അത് വേവ് പ്രോപ്പർട്ടി കാണിക്കുന്ന പറയുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു m മാസ് ഉണ്ട്, നമുക്ക് v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുമെന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയാണോ നടക്കുന്നത്? അല്ല. അത് എന്തുകൊണ്ടാണ്? നമുക്ക് m മാസ് ഉള്ള ബോഡി ഉണ്ട്, v എന്ന് പറയുന്ന വെലോസിറ്റി സഞ്ചരിച്ചിട്ടും നമ്മൾ വേവ് പോകുന്ന പോലെ ഇങ്ങനെ ചാടിയും പമ്മിയും ഇങ്ങനെ പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് അതിന്റെ കാരണം. ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം, വേവ് associated with moving particle is known as de Broglie wave or matter wave. അതായത് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേവിനെ നമ്മൾ മാറ്റർ വേവ് എന്നോ ഡി ബ്രോഗ്ലി വേവ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വേവ് ആണെങ്കിൽ അതിന്റെ വേവ് ലെങ്തിനെ പറയുന്ന പേര് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് അസോസിയേറ്റഡ് with such a wave is called de Broglie wavelength. അങ്ങനെയുള്ള ഇതിന്റെ വേവ് ലെങ്തിനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ പി എന്നാണ് ഇക്വേഷൻ. അവിടെ നിന്ന് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ മൊമെന്റം എന്ന് പറയുമ്പോൾ എം വി ആണ്. ഇങ്ങനെ എഴുതാം, ഒറ്റയടിക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, കുഴപ്പമില്ല.
ഇനി ലാംഡ ഐസിക്കൽ എച്ച് ബൈ എം വി വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മള് മാറ്റർ ആണ്, പക്ഷെ നമുക്ക് വേവ് നേച്ചർ വിസിബിൾ ആവുന്നില്ല. വേവ് നേച്ചർ നമ്മൾ കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വിസിബിൾ ആവുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതാ കാരണം. ഇവിടെ ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. മാസ് കൂടിയ ഒബ്ജക്റ്റിന് വേവ് ലെങ്ത് കുറവായിരിക്കും. അതായത് അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഇട്ടിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി എനി പാർട്ടിക്കിൾ, കണ്ടോ, അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. അതായത് അറ്റോമിക് പാർട്ടിക്കിളിന് മാസ് വളരെ കുറവാണ്. മാസ് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വേവ് എന്താണ് അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് മാത്രമേ വേവ് പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മളൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് മാസ് കൂടുതലായതുകൊണ്ട് അതിന്റെ വേവ് ലെങ്ത് കാണാൻ പറ്റത്തില്ല. അതിന്റെ ലോജിക്കൽ മീനിങ് പറഞ്ഞുതരാം. നോക്കിയോ, ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഇത് ഈ വേവിന്റെ ലെങ്ത് ഇത്. എന്നാൽ ഈ വേവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാ, ഇപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഈ വേവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ്, അപ്പൊ ഇപ്പൊ വേവ് ലെങ്ത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വേവ് ലെങ്ത് കണ്ടോ, അടുത്ത ഒരു വേവിന്റെ ലെങ്ത് ഇതാ. ഇനി വേറൊരു വേവിന്റെ ലെങ്ത് ഇതാ, കണ്ടോ. ഇപ്പൊ ഇവിടെ വേവ് ലെങ്ത് വരയ്ക്കാനേ വിടത്തില്ല. അപ്പം ഇങ്ങനെ ഈ വേവിനെ നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേവ് ആയിട്ട് തോന്നുമോ, അതോ ഒരു സ്ട്രെയിറ്റ് മൂവ്മെന്റ് പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നുമോ? കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൂവ്മെന്റ് ഇത് തന്നെയാണ്. മാസ് വളരെ കൂടുതലായതുകൊണ്ട് വേവ് ലെങ്ത് വളരെ കുറവായതുകൊണ്ട് അതിന് വേവ് എന്താണ് വളരെ അടുത്താണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യത്തില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു വര വരച്ചോളൂ. കണ്ടോ, ഇതിപ്പോ ഒരു വര വരച്ചോലായിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് കൃത്യം ഒരു വേവ് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതും വേവ് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്, പക്ഷെ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വേവ് നേച്ചർ ഉണ്ടെങ്കിലും അത് വിസിബിൾ അല്ലാത്തതിന്റെ കാരണം അതാണ്. ഇനി രണ്ട് ഡെറിവേഷനുകൾ പഠിക്കാൻ. ഒന്ന്, ഈ ലാംഡ ഐസിക്കൽ എച്ച് ബൈ എം വി എങ്ങനെ വന്നു പ്രൂവ് ചെയ്യണം. രണ്ട്, നമുക്ക് ഈ ഇലക്ട്രോണിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിന്റെ വെച്ചിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആ ഇലക്ട്രോണിന്റെ എന്താണ് ഇത്, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. ഈ രണ്ട് ഡെറിവേഷൻ കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. പെട്ടെന്ന് എഴുതാം. ഡെറിവേഷൻ എന്ന് പറഞ്ഞ് ഇതാക്കൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് എഴുതാൻ നോക്കിയോ. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ, according to Einstein mass energy relation, E is equal to mc square ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ according to മാക്സ് പ്ലാങ്ക് E is equal to h nu ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നമുക്ക് LHS ഈക്വൽ ആയതുകൊണ്ട് RHS നെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ലേ വരുന്നത്, mc സ്ക്വയർ ഈസ് ഈക്വൽ ടു h nu എന്ന് വരുന്നു. നമ്മൾ ന്യൂവിനെ നമുക്ക് c ബൈ ലാംഡ എന്ന് എഴുതി, നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പൊ h ഈ ന്യൂവിന് വരെ നമുക്ക് c ബൈ ലാംഡ എന്ന് എഴുതാം. ഇവിടത്തെ ഒരു സിയും ഇവിടത്തെ ഒരു സിയും കട്ട് ചെയ്ത് പോകുമ്പോൾ എന്നിട്ട് ഈ ലാംഡ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എമ്മിനെയും സിനെയും താഴോട്ട് കൊണ്ടുവരിക. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ എം സി എന്ന് വരും. ഈ സി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ്. ആ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ചെയ്യുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ എന്താ, h ബൈ എം വി എന്ന് വരും. കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. ചെറുതാക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഒരു ഡെറിവേഷനും കൂടെ ഉണ്ട്. അത് എന്താണ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ. അതും കൂടെ എഴുതിക്കോ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ.
അതിനകത്ത് നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എടുക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു വർക്ക് ഡൺ ബൈ ഇലക്ട്രോണോ അല്ലെങ്കിൽ ഓൺ ഇലക്ട്രോണോ എന്ന് നമുക്ക് പറയാം. അതിനെ നമുക്കറിയാം എന്താ Q ഇൻറ്റു പൊട്ടൻഷ്യൽ, അതായത് ഇവിടെ E ഇൻറ്റു V0 നമ്മൾ എടുത്തായിരുന്നു. ഇവിടെ V എന്ന് എടുക്കാം, കാരണം ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടൈമിലൊന്നും അല്ല പറയുന്നത്. അപ്പൊ നമ്മൾ E ഇൻറ്റു V എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്കറിയുന്ന ഒരു കാര്യം, വർക്കും കൈനറ്റിക് എനർജിയും എപ്പോഴും ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു വർക്ക് എനർജി തിയറം വെച്ചിട്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, കൈനറ്റിക് എനർജി വർക്കും ഈക്വൽ ആയതുകൊണ്ട് ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ എന്താ ഇ വി എന്ന് എഴുതാം. ഈ ഇവിടെ ഇത് പൊട്ടൻഷ്യലും ഈ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുമാണ്, തെറ്റിപ്പോവല്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയോ, ഈ വെലോസിറ്റി ആണ് കാണിക്കാൻ ഞാൻ ഇങ്ങനെ കെട്ടുപുള്ളിയുള്ള വിയും അതേപോലെ മറ്റേ ക്യാപിറ്റൽ വ്യൂ ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് എനിക്ക് അതായത് എന്താണ് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു വി ഡിവൈഡ് ബൈ എന്താണ് 2ev ഡിവൈഡ് ബൈ എം ചെയ്താൽ മതി. അവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് 2ev ഡിവൈഡ് ബൈ എം എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നടക്കട്ടെ. ഇനി ഓൾറെഡി നമുക്കറിയുന്ന ഒരു കാര്യമാണ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 1 കൊണ്ട് 2വിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിക്ക് പകരം നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ എം ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2ev ഡിവൈഡ് ബൈ എം എന്ന് എഴുതാം. ഈ എമ്മിനെ റൂട്ടിനകത്ത് കയറ്റി കഴിഞ്ഞാൽ അത് എം സ്ക്വയർ ആകത്തില്ലേ. അങ്ങനെയാണെങ്കിൽ എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2ev എം സ്ക്വയർ ഡിവൈഡ് ബൈ എം എന്ന് വരും. എമ്മും എമ്മും കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തെന്ന് വരും, എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2ev എന്ന് വരും. ഓക്കെ, ഇനിയും 2ev എം എന്ന് വരും കേട്ടോ. ഇനി നോക്കിയോ, ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നോക്കിയോളൂ, ഒരു സെക്കൻഡ് ഞാൻ ചെറുതാക്കിയിട്ട്. നോക്കിയോ, അപ്പൊ നമുക്കിപ്പോ ഫൈനലി കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ലാംഡ ഈസ് ഇക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ 2ev ഇൻറ്റു എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇല്ലേ റൂട്ടിനകത്ത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എച്ചിന് വാല്യൂ ഉണ്ട് 6.626 ഇൻറ്റു 10⁻⁻34. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജിന് വാല്യൂ ഉണ്ട് 1.6 ഇൻറ്റു 10⁻². അതുകൊണ്ട് അതേപോലെ തന്നെ എം മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻31. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ എന്ത് കിട്ടുമെന്ന് അറിയാമോ, ഇതാണ് കിട്ടുന്നത് ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു 12.2 ഇൻറ്റു 10⁻⁻10 ഡിവൈഡ് ബൈ താഴെ വാല്യൂ ഇല്ലാത്ത ആകെ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ റൂട്ട് ബി. ഇത്രയും മീറ്ററാണ് കിട്ടുന്നത്, ഇത്രയും മീറ്റർ ആണ്. എം എന്ന് പറയുമ്പോൾ മാസ് അല്ല മീറ്റർ എന്നാണ് ഓർത്തോണം. ഇനി നമുക്ക് 10⁻10 എന്ന് പറയുമ്പോൾ ലെങ്ത് മീറ്റർ തരുമ്പോൾ അതിനെ ആംസ്ട്രങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 12.2 ആംസ്ട്രങ് ഡിവൈഡ് ബൈ എന്താ റൂട്ട് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് എഴുതാം കേട്ടോ. ഇതായിരിക്കും ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ചെറുതാക്കാം, എഴുതിയെടുക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞു.